നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘം ബാങ്കുകളിലെ ഒഴിവുള്ള തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. 291 ഒഴിവാണുള്ളത്. ഇതിൽ 264 ഒഴിവ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലായിരിക്കും. സെക്രട്ടറിയുടെ 3 ഒഴിവുകളും അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റിന്റെ 15 ഒഴിവുകളുമാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ 1 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7, ടൈപ്പിസ്റ്റ് 1 എന്നിങ്ങനെയാണ് മറ്റു തസ്തികകളിലെ ഒഴിവുകൾ. നിയമന രീതി: പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം ഉണ്ടായിരിക്കുക. അപേക്ഷ സമർപ്പിക്കാൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ, ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. cseb.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. ജനുവരി 10 വരെയാണ് അപേക്ഷിക്കാവുന്നത്. ബാങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. 2025 മുതൽ ആഴ്ചയിൽ 5 ദിവസം മാത്രമേ ജോലി ഉണ്ടാകൂ എന്നത് വളരെ ആകർഷകമായ കാര്യമാണ്. ദീർഘകാലമായി തുടരുന്ന നിർദ്ദേശത്തിന് 2024 ഡിസംബർ അവസാനത്തോടെ ധനമന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിന്റെ ഫലമായി നിലവിൽ എല്ലാ ഞായറാഴ്ചകളിലും 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചകൾക്ക് പകരം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ബാങ്ക് ശാഖകൾ ഉണ്ടായിരിക്കില്ല. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ യൂണിയനും തമ്മിൽ ഇത് സംബന്ധിച്ചൊരു കരാർ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. 2023 ഡിസംബറിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും സർക്കാരും സ്വകാര്യ വായ്പക്കാരും ബാങ്ക് യൂണിയനുമെല്ലാം തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു. ഈ കരാറിൽ ഗവൺമെന്റ് അംഗീകാരത്തിന് വിധേയമായി 5 ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിലേക്കുള്ള നിർദ്ദേശം ഉൾപ്പെടുന്നുണ്ട്. ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം ശനിയാഴ്ചകൾ ഔദ്യോഗികമായി അവധി ദിവസങ്ങളായി അംഗീകരിക്കപ്പെടും. IBIയും ബാങ്ക് യൂണിയനുകളും സമ്മതിച്ചെങ്കിലും അന്തിമ തീരുമാനം സർക്കാരിൻ്റെതാണ്. ബാങ്കിംഗ് സമയവും ഇന്റർബാങ്ക് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിനാൽ ഈ നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായും RBI ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ സർക്കാർ ഔദ്യോഗികമായി സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ല.